ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, തൃശൂർ യാത്രാ ഗ്രൂപ്പിന്റെ ഉത്തരമലബാർ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സീനിയർ സഞ്ചാരി പയ്യാമ്പലം ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നയനമനോഹരമായ സായന കാഴ്ചകൾ ആസ്വദിക്കുക, അതോടൊപ്പം പയ്യാമ്പലം ശവകുടീരങ്ങളും സന്ദർശിക്കുക എന്നതാണ് ലക്ഷ്യം. വളരെ തിരക്കൂർഞ്ഞതും മലിനരഹിതവും ശാന്തസുന്ദരവുമായ ഒരു ബീച്ചാണ് പയ്യാമ്പലം ബീച്ച്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭരായിരുന്ന ജനനായകരുടെ ശവകുടീരങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് സഞ്ചാരികൾ മാത്രമാണ് ഇപ്പോൾ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അസ്തമയത്തിന് ഇനിയും സമയമുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ബീച്ച് പാർക്ക് ഒന്ന് കാണാം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഈ ബീച്ച് പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. പാർക്കിന്റെ കവാടം കടന്ന് ഞങ്ങൾ അകത്തേക്ക് നടന്നു. വലിയ 2 സ്വർണ്ണ മത്സ്യങ്ങളുടെ ശില്പങ്ങൾ നമ്മളെ പാർക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതാ വേറിട്ട് നിൽക്കുന്ന ഒരു ശില്പം. പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമന്റെ അമ്മയും കുഞ്ഞും എന്ന ശില്പമാണിത്. പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടിയിൽ കുറച്ചുനേരം ഞങ്ങൾ വിശ്രമിച്ച് ബീച്ച് ലക്ഷ്യമാക്കി നടന്നു. പുഴക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള നീളമേറിയ നടപ്പാതയുടെ ഇരുഭാഗത്തും ബലവത്തായ കൈവരികൾ സ്ഥാപിച്ചിരിക്കുന്നു. ടൈൽ പാകിയ പാത ചെന്ന് അവസാനിക്കുന്നത് സ്മരണ കുടീരങ്ങൾക്ക് മുമ്പിലാണ്. ഇവിടെ ഇതാ ഇടതുഭാഗത്തായി ഒരു ചായക്കട കാണാം. നമുക്ക് അവിടെ കയറി ചായ എല്ലാം കഴിച്ച് ഈ ശവകുടീര കാഴ്ചകളിലേക്ക് പോകാം. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രഗത്ഭരായിരുന്ന ജനനായകരുടെ മരണകുടീരങ്ങൾ ഓരോന്നായി നമുക്ക് കണ്ടു പോകാം. സഹകരണ മേഖലയിൽ കേരളത്തിലാദ്യമായി മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച, പാപ്പിരിശ്ശേരി വിഷചികിത്സാ കേന്ദ്രം സ്ഥാപിച്ച, ധർമ്മശാലയിൽ സ്നേക് പാർക്ക് സ്ഥാപിച്ച, 2 നിയമസഭകളിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന, കേരള രാഷ്ട്രീയത്തിലെ അതികായനും CMP നേതാവുമായിരുന്ന ശ്രീ MV രാഘവൻ. മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭനും എഴുത്തുകാരനും വിമർശകനും അധ്യാപകനും തത്വമസി എന്ന ഗ്രന്ഥകർത്താവും നിരവധി കേന്ദ്ര സംസ്ഥാന സാഹിത്യ അവാർഡുകൾ സമ്മാനിക്കപ്പെട്ടതുമായ സാഹിത്യകാരൻ ശ്രീ സുകുമാർ അഴീക്കോട്. 1977 മുതൽ 91 വരെ 4 നിയമസഭകളിൽ MLA ആയിരുന്ന ശ്രീ P ഭാസ്കരൻ. കണ്ണൂർ അഴീക്കോട് 1942 ജനിച്ച് 10ാം വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി 77ാം വയസ്സിൽ അന്തരിച്ച KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ P രാമകൃഷ്ണൻ. കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ ജനിച്ച് ബീഡി തൊഴിലാളി യൂണിയൻ നേതാവായിരുന്ന KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന 2 പ്രാവശ്യം MLA ആയിരുന്ന മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ N രാമകൃഷ്ണൻ. 1ഉം 2ഉം നിയമസഭകളിൽ പൊന്നാനി മണ്ഡലത്തെയും 9ാം നിയമസഭയിൽ ഞാറക്കൽ മണ്ഡലത്തെയും പ്രതിനിധീകരിച്ച് MLA ആയിരുന്ന പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ K കുഞ്ഞമ്പു. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന തൊഴിലാളി ക്ഷേമനിധികൾ ആരംഭിച്ച കുടുംബശ്രീ, കണ്ണൂർ വിമാനത്താവളം, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിവ സ്ഥാപിക്കുന്നതിന് അടിത്തറ പാകിയ ജനകീയനായ CPM നേതാവ് ശ്രീ EK നായനാർ. നെയ്ത്ത് തൊഴിലാളികളുടെ നേതാവായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്ന് 1977 അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും ജയിച്ച് MLA ആയിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ ചടയൻ ഗോവിന്ദൻ. കണ്ണൂർ എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 2 പ്രാവശ്യം ജയിച്ച് MLA ആയിരുന്ന CITU സെക്രട്ടറി ആയിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീ O ഭരതൻ. CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും CITUവിന്റെ പ്രസിഡന്റും KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീ TK ബാലൻ. INDECയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശ്രീ K സുരേന്ദ്രൻ. കുന്നത്തുനാട് MLA ആയി കൃഷി സഹകരണ മന്ത്രിയായിരുന്ന KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ KC കടമ്പൂരാൻ. 1982-87 നിയമസഭയിൽ റവന്യൂ ഭൂപരിഷ്കരണ ഭവന വകുപ്പ് മന്ത്രിയായിരുന്ന പാവപ്പെട്ടവരുടെ നേതാവ് മുട്ടത്ത് ബാലകൃഷ്ണ അലവിൽ എന്ന ശ്രീ MBK അലവിൽ. പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് ജീവനക്കാരുടെ ദേശീയ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് എംപ്ലോയീസിന്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ NP പത്മനാഭൻ. CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്ന, കേരള നിയമസഭയിൽ കൃഷി സഹകരണ മന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീ NC ശേഖർ.
കണ്ണൂരിൽ ജനിച്ച് സഖാവ് പി കൃഷ്ണപിള്ളയുടെ അനുയായിയായിരുന്ന ദേശാഭിമാനിയുടെ ചെയർമാനായിരുന്ന 1972 തൃശൂർ ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ വെച്ച് അജ്ഞാതരുടെ കുത്തേറ്റു മരിച്ച CPM നേതാവ് ശ്രീ അഴീക്കോടൻ രാഘവൻ. CPMന്റെ സ്ഥാപക നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവും പാവങ്ങളുടെ പടത്തലവൻ, ജനകീയ നേതാവ്, സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹ്യ പ്രവർത്തകൻ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ, AKG എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന CPMന്റെ എക്കാലത്തെയും സമുന്നതനായ നേതാവ് ആയില്യാത്ത് കുട്ട്യാരി ഗോപാലൻ നമ്പ്യാർ എന്ന ശ്രീ AK ഗോപാലൻ. പത്രാധിപരും ഗദ്യകാരനും പുസ്തക നിരൂപകനും നവോത്ഥാന നേതാവും സ്വാതന്ത്ര്യ സമര പോരാളിയും സ്വദേശാഭിമാനി പത്രത്തിലൂടെ അഴിമതികളെ തുറന്നു കാണിച്ച ധീരനായ നേതാവ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 1908 ബ്രിട്ടീഷ് ഇന്ത്യയിൽ മലബാറിലെ പുതിയ പറമ്പിൽ ജനിച്ച് 1952 നിയമസഭയിൽ വിദ്യാഭ്യാസ കൃഷി ആരോഗ്യമന്ത്രിയായിരുന്ന CPI നേതാവായിരുന്ന കുമ്പാട്ട് പാണ്ടി ഗോപാലൻ എന്ന ശ്രീ KP ഗോപാലൻ. CPM നേതാവായിരുന്ന സഖാവ് ശ്രീ K നാണു. കണ്ണൂർ ഫുട്ബോൾ ഫ്രണ്ട്സ് ഫ്രീ കോച്ചിംഗ് സെന്റർ സ്ഥാപകനും കൽക്കട്ട മുഹമ്മദൻസ് അടക്കം വിവിധ ക്ലബ്ബുകളിലെ കളിക്കാരനും ഇന്ത്യൻ ആർമിയിൽ ജവാനും ഫുട്ബോളറുമായിരുന്ന ശ്രീ NT കരുണാകരൻ. കണ്ണൂർ ടെക്സ്റ്റൈൽസിനെ ആഗോള വിപണി കണ്ടെത്തി ടെക്സ്റ്റൈൽ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തിയ ശ്രീ ചോറപ്പൻ ശേഖരൻ. നമ്മുടെ നാടിന്റെ പതാക പാറിപ്പറക്കുന്നത് കാറ്റിന്റെ ഗതിവേഗം കൊണ്ടല്ല, രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ധീര ജവാന്മാരുടെ പ്രാണനിശ്വാസത്തിന്റെ പ്രചണ്ഡ ചലനം കൊണ്ടാണ് എന്ന് ഓർമ്മിപ്പിച്ച നാടിനു വേണ്ടി ശത്രുക്കളുടെ വെടിയുണ്ടയേറ്റ് ജീവത്യാഗം ചെയ്ത ജവാൻ ശ്രീ വൈശാഖ്. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതാവും MLAയുമായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ശ്രീ C കണ്ണൻ. 2012 രാഷ്ട്രീയ വിരോധികളാൽ കൊല ചെയ്യപ്പെട്ട അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ABVP ബലിദാനി ശ്രീ സച്ചിൻ ഗോപാൽ. ശ്രീ രമേശ് ഗുരുജി, സ്വാമിനി അപൂർവാനന്ദ സരസ്വതി. KPCC എക്സിക്യൂട്ടീവ് മെമ്പറും മത്സ്യത്തൊഴിലാളികളുടെ നേതാവുമായിരുന്ന ശ്രീ AP ജയശീലൻ. സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകനും MLAയുമായിരുന്ന ശ്രീ പാമ്പൻ മാധവൻ. സുദിനം പത്രാധിപരായിരുന്ന ശ്രീ മനിയേരി മാധവൻ. ജനതാദൾ പ്രസിഡന്റായിരുന്ന ശ്രീ M പവിത്രൻ. സ്വാതന്ത്ര്യ സമര സേനാനിയും ജനതാദൾ മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്ന ശ്രീ A കൃഷ്ണൻ. സഹകരണ മേഖലയുടെ സമുന്നതനായ നേതാവ് ശ്രീ CP ദാമോദരൻ. സാമൂഹ്യ പരിഷ്കർത്താവും രാഷ്ട്രീയ നേതാവുമായിരുന്ന ശ്രീ പൊക്കൻ മാസ്റ്റർ. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള പ്രസിഡന്റും BJP നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായിരുന്ന ശ്രീ KG മാരാർ. കോൺഗ്രസ് ഐ പ്രവർത്തകനായിരുന്ന ശ്രീ ജയന്ത്ലാൽ. കണ്ണൂരിലെ കോൺഗ്രസ് ലീഡറായിരുന്ന ശ്രീ പുതിയാറമ്പത്ത് ഗോവിന്ദൻ. CPI നേതാവ് ശ്രീ CK ആനന്ദൻ. സമയം ഏറെ വൈകി, ശ്മശാനത്തിൽ ഇരുൾ മൂടിക്കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള സ്മൃതി മണ്ഡപങ്ങൾ ഓരോന്നായി ഞങ്ങൾ വേഗത്തിൽ കണ്ടു തീർത്തു. 2006 മുതൽ 2011 വരെ 12ാം നിയമസഭയിൽ ആഭ്യന്തര മന്ത്രിയായിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗം, CPM സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ്, തലശ്ശേരി MLA എന്നീ നിലകളിൽ പ്രവർത്തിച്ച് അർബുദബാധിതനായി മരണപ്പെട്ട ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ. അങ്ങനെ ഞങ്ങൾ ശാന്തി കുടീരത്തിലെ വിവിധ സ്മൃതി മണ്ഡപങ്ങൾ സന്ദർശിച്ച് സുകുമാർ അഴീക്കോടിന്റെ മണ്ഡപത്തിലിരുന്ന് ഫോട്ടോയെടുത്ത് കടൽ തീരം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴേക്കും ആകാശത്ത് നിന്നും സൂര്യൻ ആഴിയുടെ മറുകരയിലേക്ക് മറഞ്ഞിരുന്നു. പക്ഷേ സൂര്യന്റെ രംഗതിരികൾ ആകാശത്ത് പ്രതിഫലിക്കുന്നത് കാണാം. ഞങ്ങളങ്ങനെ പയ്യാമ്പലം ബീച്ചിലെ കാഴ്ചകൾ കണ്ട് കണ്ണൂർ സിറ്റിയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു.